പ്രതിസന്ധികളുടെ കാലം കഴിഞ്ഞു, ഇനി ആഘോഷങ്ങളുടെ കാലം എന്നൊക്കെ പറയേണ്ടി വരുമോ എന്നാണ് അറിയേണ്ടത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ് പറഞ്ഞു വരുന്നത്. സ്ഥിരം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഉള്ളൂ, അത് വേറൊരു കാര്യം. വേൾഡ് കപ്പ് വരുമ്പം എനിക്ക് ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ കണ്ടൻറ്റുകൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് ഒന്ന് കൊഴിപ്പിക്കായിരുന്നു. വേൾഡ് കപ്പ് പോസ്റ്റുകൾ കഴിയിൽ നിങ്ങളുടെ ഇൻട്രാക്ഷനും ആവശ്യങ്ങളും വേൾഡ് കപ്പ് റിലേറ്റ് ചെയ്ത് എന്ത് വീഡിയോ വേണം എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു. ഇനി ഫിഫ വേൾഡ് കപ്പിന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഘടകം, ബ്ലാസ്റ്റേഴ്സ് കുറേ കാലത്തിന് ശേഷം നാളെ വൈകുന്നേരം 5 മണിക്ക് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മുഹമ്മദൻസ് സ്പോർട്ടിംഗ് ക്ലബിനെ പോരിടാൻ ഇറങ്ങുകയാണ്. അപ്പം ഇത്തിരി സന്തോഷമുണ്ട്, കാരണം മുഹമ്മദൻസ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവരെ പരാജയപ്പെടുത്താം. ഇനി ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ 2 മുത്തുകൾ പരിക്ക് ഭൂതമായിട്ട് വരുന്നുണ്ട്. ഒന്ന് കരീം ബനാരിഫ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം കൊണ്ടുവന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ, ഇഞ്ചുറി മാറി ടീമിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കിട്ടും. പിന്നെ മറ്റൊരാൾ ഡാനിഷ് ഫൊറിഫട്ടാണ്. അത്ര സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രകടനമല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാഴ്ചവെക്കുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാഴ്ചവെക്കുന്നത് എന്നാണ് പറയേണ്ടത്. എന്നിരുന്നാലും ടീമിൽ അവിഭാജ്യ ഘടകമാണ് ഡാനിഷ്. എല്ലായ്പ്പോഴും ടീമിൽ അദ്ദേഹത്തിനെ ഇടുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ 11-ൽ കളിക്കുന്ന 2 താരങ്ങൾ പരിക്കിൽ നിന്ന് ഭേദമായി വരുന്നു എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പരിക്ക് ഭേദമാക്കി കൊമ്പന്മാർ തിരികെ വരുന്നു, പലതും കാണാനും കാണിച്ച് പഠിപ്പിക്കാനും.